ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയിൽ നിന്ന് അസിയ പുറത്തായിരിക്കുകയാണ്. അസിയ പുറത്താകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയിരുന്നു. കാരണം വളരെ വിരളിലുണ്ടാവുന്നവർക്ക് മാത്രമേ ഷോയിൽ കയറാൻ പറ്റൂ. അപ്പോൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അസിയ അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലവരത് ശരിയാവും, ചിലവരത് ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. പിന്നെ ഈ ജഡ്ജസിൻ്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് വരുന്ന ഓരോരുത്തരും ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് വരുന്നത്. ഇപ്പം കിട്ടും, ഇതാ പോവാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. സോ പുറത്താക്കി കഴിഞ്ഞിട്ട് ഒരുപാട് ഉപദേശം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥയൊന്നും അവർക്കുണ്ടാവില്ല. പുറത്തായി എന്ന് അവർ തിരിച്ചറിയുന്ന ആ മൊമെന്റിൽ അവരുടെ മൈൻഡ് വേറെ ലെവലിലോട്ട് പോകും. അത് നമ്മുടെ ബിജു പുറത്തായ സമയത്ത് അഖിൽമാരാർ ലൈഫിൽ ഒരുപാട് എന്തൊക്കെയോ നേടാൻ പറ്റും, ഇതൊരു തുടക്കം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും എൻ്റെ ബിഗ് ബോസ് പോയില്ലേ, കൂടുതൽ ഉപദേശമൊന്നും വേണ്ട എന്നൊരു ടോണിലാണ് അയാൾ പറഞ്ഞിട്ട് പോയത്. അതുപോലെ തന്നെയാണ് അസീരുടെ അടുത്തും. അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ഉപദേശത്തിന്റെ ആവശ്യമില്ല, പുറത്താക്കി കഴിഞ്ഞു. ഒന്നാമത് ഇവിടെ അവരുടെ കാഴ്ചപ്പാടിൽ ഈ 3 പേരുമാണ് തീരുമാനം എടുക്കുന്നത്. വന്ന് കയറി മൂന്നിൻ്റെ അന്ന് പറഞ്ഞു വിടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പിന്നെ ഉപദേശം കേൾക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഒന്നും അവർക്കുണ്ടാവില്ല. ചിലരൊന്നും പറയാതെയൊക്കെ അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇതിനകത്ത് മറ്റുള്ള റിയാലിറ്റി ഷോകളിലൊക്കെ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈവൻ ബിഗ് ബോസ് എടുത്താൽ തന്നെ കുറച്ച് ദിവസം നിന്നിട്ടൊക്കെയാണ് അവർ പോകുന്നത്. അപ്പോൾ അവിടെ ചോദ്യവും പറച്ചിലിനും ഉപദേശത്തിനും ഒക്കെ പ്രസക്തിയുണ്ട്. ഇത് അങ്ങനെയല്ലല്ലോ. ഇത് വരുന്നു, ഒന്നോ രണ്ടോ എപ്പിസോഡ് കഴിയുന്നു, ഇറങ്ങി പോവല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇമോഷൻസും പ്രശ്നങ്ങളും ഒക്കെ എനിക്ക് തോന്നുന്നു കണ്ടസ്റ്റൻസിനും ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ഉപദേശിക്കാൻ നിൽക്കാതെ ഇറങ്ങി പൊയ്ക്കോളാൻ പറയുന്നതാവും നല്ലത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.